ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി പുതുതായി നിയമിതനായത് ആരാണ്? രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ CEO ആയി പുതിയതായി നിയമിതനായ വ്യക്തിയാണ് രഘുറാം അയ്യർ. അടുത്തത്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 62ാമത് എഡിഷനിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 62ാമത് എഡിഷനിൽ 1ാം സ്ഥാനം നേടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല. അടുത്തത്, ഒരു കച്ചേരിയിൽ ആകെ 140 ഭാഷകൾ പാടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കേരളത്തിലെ വ്യക്തി ആരാണ്? സുജേത സതീഷ്. ഒരു കച്ചേരിയിൽ ആകെ 140 ഭാഷകൾ പാടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കേരളത്തിലെ വ്യക്തിയാണ് സുജേത സതീഷ്. അടുത്തത്, ബംഗ്ലാദേശ് ദേശീയ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച പാർട്ടി ഏത്? അവാമി ലീഗ്. ബംഗ്ലാദേശ് ദേശീയ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച ദേശീയ പാർട്ടിയാണ് അവാമി ലീഗ്. അടുത്തത്, 7 ജനുവരി 2024 നടന്ന 81ാമത് വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 1ാമത് എത്തിയ സിനിമ ഏത്? ഓപ്പൺഹൈമർ. 2024 ജനുവരി 7 നടന്ന 81ാമത് വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 1ാമതെത്തിയ സിനിമയാണ് ഓപ്പൺഹൈമർ. അടുത്തത്, 2023 ജനുവരി 8 റായ്പൂരിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി നേടിയത് ആരാണ്? റിയാൻ പരാഗ്. 2023 ജനുവരി 8 റായ്പൂരിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി നേടിയ വ്യക്തിയാണ് റിയാൻ പരാഗ്. അടുത്തത്, ഏഷ്യൻ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം ഇനത്തിൽ സ്വർണം നേടിയ ടീം ഏത്? ഇന്ത്യ. ഏഷ്യൻ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം ഇനത്തിൽ സ്വർണം നേടിയ ടീമാണ് ഇന്ത്യ. അടുത്തത്, അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കവരത്തിയിൽ. അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കവരത്തിയിലാണ്. അടുത്തത്, ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവിയുടെ പേരെന്ത്? ആർ ഹരികുമാർ. ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവിയുടെ പേരാണ് ആർ ഹരികുമാർ. അടുത്തത്, 16ാം ബഷീർ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ്റെ പേര്? ഇ സന്തോഷ് കുമാർ. 16ാം ബഷീർ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് ഇ സന്തോഷ് കുമാർ. അടുത്തത്, 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ച രാജ്യമേത്? ഇന്ത്യ. 2023 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, 2023 ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി മാറിയ നഗരം ഏതാണ്? ചെന്നൈ. 2023 ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി മാറിയ നഗരമാണ് ചെന്നൈ. അടുത്തത്, 2024 ജനുവരി 9 വൈബ്രൻ്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ 2024 ഉദ്ഘാടനം ചെയ്തതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ജനുവരി 9 വൈബ്രൻ്റ് ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ 2024 എന്നത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തത്, 2024 ജനുവരി 8 രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഫ്രാൻസ്. 2024 ജനുവരി 8 രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയാണ്. അടുത്തത്, 2024 ജനുവരി 7 അന്തരിച്ച ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ ഏത് രാജ്യക്കാരനാണ്? ജർമ്മൻ. 2024 ജനുവരി 7 അന്തരിച്ച ഏറ്റവും മികച്ച ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ ജർമ്മൻകാരനാണ്. അടുത്തത്, ചന്ദുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണ്? ആസാം. ആസാമിൻ്റെ ഉത്സവമാണ് ചന്ദുബി മഹോത്സവം എന്ന് അറിയപ്പെടുന്നത്. ചന്ദുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിൻ്റെ ഉത്സവമാണെന്ന് ചോദിച്ചാൽ ആസാമിൻ്റെ ഉത്സവമാണ്. അടുത്തത്, 2024 ജനുവരി 2 ഏത് സംസ്ഥാനത്തിൻ്റെ ചുവന്ന ചട്നിക്ക്
ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ചു? ഒഡീഷ. 2024 ജനുവരി 2 ഏത് സംസ്ഥാനത്തിൻ്റെ ചുവന്ന ചട്നിക്കാണ് ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഒഡീഷയുടേതാണ്. അടുത്തത്, ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഫ്രാൻസിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്ത്? ഗബ്രിയേൽ അഡാൽ. ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ ഫ്രാൻസിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഗബ്രിയേൽ അഡാൽ. അടുത്തത്, എക്സസൈസ് സീ ഡ്രാഗൺ 24 ഇന്ത്യയിൽ നിന്നുള്ള ഏത് സേനയാണ് പങ്കെടുക്കുന്നത്? ഇന്ത്യൻ നേവി. എക്സസൈസ് സീ ഡ്രാഗൺ 2024 അല്ലെങ്കിൽ 24 ഇന്ത്യയിൽ നിന്നുള്ള ഏത് സേനയാണ് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നേവിയാണ്. അടുത്തത്, വിദേശത്ത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഹിന്ദി ദിനം ആചരിക്കുന്നത്? ജനുവരി 10. വിദേശത്ത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ലോക ഹിന്ദി ദിനം ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ജനുവരി 10-നാണ്. ലോക ഹിന്ദി ദിനം വരുന്നത് ജനുവരി 10. അടുത്തത്, 27ാമത് ദേശീയ യുവജനോത്സവം ഏത് നഗരത്തിലാണ് സംഘടിപ്പിക്കുന്നത്? നാസിക്. 27ാമത് ദേശീയ യുവജനോത്സവം സംഘടിപ്പിക്കുന്ന നഗരമാണ് നാസിക്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ നിർമ്മാണ മാനുവൽ 2024 ജനുവരി 9 ആരാണ് പുറത്തിറക്കിയത്? അശ്വനി വൈഷ്ണവ്. ഇന്ത്യൻ റെയിൽവേ നിർമ്മാണ മാനുവൽ 9 ജനുവരി 2024 ആരാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ അശ്വനി വൈഷ്ണവാണ്. അടുത്തത്, ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിൾ ഏത്? ഉഗ്രം. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിളാണ് ഉഗ്രം. അടുത്തത്, 2023 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? PN ഗോപികൃഷ്ണൻ. 2023 ഓടക്കുഴൽ അവാർഡ് അർഹനായ വ്യക്തിയാണ് PN ഗോപികൃഷ്ണൻ. അടുത്തത്, ഓരോ സംസ്ഥാനത്തിനും 3 വർഷത്തിനുള്ളിൽ റിപ്പബ്ലിക് ദിന പരേഡ് ടാബ്ലോ അവതരിപ്പിക്കാമെന്ന പുതിയ കരാർ ഏത് മന്ത്രാലയമാണ് നിർദ്ദേശിച്ചത്? പ്രതിരോധ മന്ത്രാലയം. ഓരോ സംസ്ഥാനത്തിനും 3 വർഷത്തിനുള്ളിൽ റിപ്പബ്ലിക് ദിന പരേഡ് ടാബ്ലോ അവതരിപ്പിക്കാമെന്ന പുതിയ കരാർ നിർദ്ദേശിച്ച മന്ത്രാലയമാണ് പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് പ്രതിരോധ മന്ത്രാലയത്തിനാണ്. അടുത്തത്, 2021 സ്വാതി മ്യൂസിക് അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആരാണ് അർഹനായത്? PR കുമാര കേരളവർമ്മ. 2021 സ്വാതി മ്യൂസിക് അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ PR കുമാര കേരളവർമ്മ. അടുത്തത്, 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിൻ്റെ പേരെന്ത്? അടൽ സേതു. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കടൽപ്പാലത്തിൻ്റെ പേരാണ് അടൽ സേതു. അടുത്തത്, സ്വച്ഛ് സർവേക്ഷൺ അവാർഡ് 2023 ഏറ്റവും വൃത്തിയുള്ള നഗരം നേടിയ 2 സ്ഥലങ്ങൾ ഏതാണ്? ഇൻഡോറും സൂറത്തും. സ്വച്ഛ് സർവേഷൻ അവാർഡ് 2023 നേടിയത് 2 സ്ഥലങ്ങളാണ്. ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 2023 നേടിയത് ഇൻഡോറും സൂറത്തുമാണ്. അടുത്തത്, മികച്ച നേട്ടം എന്ന വിഭാഗത്തിൽ 2023 ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ്? ISRO. ISROയ്ക്കാണ് മികച്ച നേട്ടം എന്ന വിഭാഗത്തിൽ 2023 ഇന്ത്യൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. അടുത്തത്, 2024 ജനുവരി 10 മുതൽ ജനുവരി 13 വരെ ഇന്ത്യ സന്ദർശിക്കുന്ന റോയൽ സൗദി നേവൽ ഫോഴ്സിൻ്റെ നേവൽ ചീഫ് ഓഫീസ് സ്റ്റാഫിൻ്റെ പേരെന്ത്? അഡ്മിറൽ ഫഹദ് അബ്ദുല്ല എസ് അൽ ഗോഫൈലിയാണ്. 2024 ജനുവരി 10 മുതൽ ജനുവരി 13 വരെ ഇന്ത്യ സന്ദർശിക്കുന്ന റോയൽ സൗദി നേവൽ ഫോഴ്സിൻ്റെ നേവൽ ചീഫ് ഓഫീസ് സ്റ്റാഫിൻ്റെ പേരാണ് അഡ്മിറൽ ഫഹദ് അബ്ദുല്ല എസ് അൽ ഗോഫൈലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 അതുപോലെ തന്നെ 2024 ജനുവരിയിലും വരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സുകളാണ്. 30 കറണ്ട് അഫയേഴ്സുകളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.